ഗൈസ്, സോ കുറച്ച് ദിവസം മുന്നേ ഞാൻ ആമസോണിൽ നിന്നും ഈ ഒരു സാധനം ഉച്ചയ്ക്ക് 2:45 ഓർഡറാക്കി. എന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ അതേ ദിവസം വൈകുന്നേരം 4:34 എൻ്റെ കയ്യിലെത്തി. സാധാരണ സാംസങ് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആഘോഷമായിരിക്കും, പക്ഷേ ഒരു മനുഷ്യനോടും പറയാതെ ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഈ പ്രൊഡക്റ്റ് സാംസങ് ലോഞ്ച് ചെയ്തത്. അതാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ മേടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. 4,999 രൂപ, അതായത് 5,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് ട്രാക്കിംഗ് ഡിവൈസ് ആയിട്ടാണ് സാംസങ് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, 20,000, 30,000, 50,000 ഒക്കെ കൊടുത്ത് മേടിക്കുന്ന സാംസങ് ഗാലക്സി വാച്ചുകളിൽ ഇല്ലാത്ത ഒരു ഫീച്ചർ ഇതിനകത്ത് ഞാൻ കണ്ടു. സിൽവർ, ഗ്രേ, പിങ്ക്, ഗോൾഡ് എന്ന 3 കളേഴ്സിൽ ഇത് കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിച്ചത് സിൽവർ ആണ്. ഈ കാണുന്ന വെള്ളപ്പെട്ടിയിലാണ് സാധനം വന്ന്. ഗാലക്സി ഫിറ്റ് 3 വാച്ചിന്റെ പടമുണ്ട്. ഇവിടെ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ നോക്കുവാണെങ്കിൽ മാർച്ച് 2024 ആണ്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വാച്ച് ഉണ്ടല്ലോ, ഈ വാച്ച് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ആണെങ്കിൽ ഈ വാച്ച് വാങ്ങിക്കേണ്ട. ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് ആൻഡ്രോയിഡ് 10 ഓർ എബോ ഉള്ള സ്മാർട്ട് ഫോണുകളായിട്ട് മാത്രമേ പെയർ ചെയ്യുള്ളൂ. ആൻഡ് ഇതിന് 2 ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യണം. ഒന്ന്, വാച്ച് ഫോണുമായിട്ട് പെയർ ചെയ്യാനുള്ള സാംസങ് വെയർ എന്ന് പറഞ്ഞ ആപ്പും. രണ്ടാമത്തേത്, ഇതിനകത്തുള്ള ഹെൽത്ത് ഫീച്ചേഴ്സിൻ്റെ ഡേറ്റ കൂടുതൽ ആക്സസ് ചെയ്യാൻ വേണ്ടി സാംസങ് ഹെൽത്ത് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും 2ന്റെ QR കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഓൾറെഡി ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ബോക്സിനകത്ത് നിങ്ങൾക്ക് വാച്ച് ഉണ്ട്, അതേപോലെ ടൈപ്പ് സി ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട്. ഇതൊരു മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ്, പക്ഷേ ഇതൊരു വയർലെസ് ചാർജിങ് കേബിൾ അല്ല. അറ്റത്ത് 2 പിൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെന്റേഷൻസ് ലഭിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് ബോക്സിനകത്ത് കിട്ടുന്നത്. വാച്ച് ആദ്യം കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഇതിന്റെ അലുമിനിയം ഫ്രെയിം. ഇതിന്റെ ബോർഡർ ഗ്ലോസി ആണെങ്കിലും ഇതിന്റെ ഫ്രെയിം മാറ്റ് ഫിനിഷിലാണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു ബട്ടൺ കാണാം. തൊട്ട് താഴെ കാണുന്ന ഹോൾ മൈക്രോഫോൺ അല്ല, അത് ബാരോമീറ്റർ ആണ്. വാച്ചിന്റെ ബാക്ക് സൈഡ് മാറ്റ് ഫിനിഷ് ആണെങ്കിലും ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്. മുകളിലായിട്ട് നിങ്ങൾക്ക് ചാർജിംഗ് പിൻ കാണാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ബാൻഡ് ക്വിക്ക് റിലീസ് ചെയ്യുന്ന ബട്ടൺ ആണ്. അത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിന്റെ സ്ട്രാപ്പ് പെട്ടെന്ന് ഊരിയെടുക്കാം, തിരിച്ച് ഫിറ്റ് ചെയ്യാം. വാച്ചിനകത്ത് നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ സെൻസർ ഉണ്ട്, ബാരോമീറ്റർ ഉണ്ട്, ആക്സിലറോമീറ്റർ ഉണ്ട്, ഗൈറോസ്കോപ്പ് ഉണ്ട്, ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ ആംബിയന്റ് ലൈറ്റ് സെൻസറും ഉണ്ട്. ചെറിയ രീതിയിൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു 4 ഇഞ്ചിന്റെ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വാച്ച് നിങ്ങൾ കയ്യിൽ കെട്ടുമ്പോൾ ഏകദേശം ഇത്തരത്തിലിരിക്കും. അതായത് ഒരു നോർമൽ സ്മാർട്ട് വാച്ചിൻ്റെയിലും വിഡ്ത്ത് കുറവാണ്, എന്നാൽ സാധാരണ ഒരു ഫിറ്റ്നസ് ബാൻഡിൻ്റെയിലും വിഡ്ത്ത് കൂടുതലാണ്. പക്ഷേ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ എനിക്ക് ഇഷ്ടമായി. ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സ്ട്രാപ്സ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, സിലിക്കോൺ സ്ട്രാപ്സ് ആണ്, സോഫ്റ്റ് ആണ്. ആൻഡ് ഇത്തരത്തിലൊരു ബക്കിളാണ്. ഈ ബക്കിൾ മെറ്റാലിക് ആണ്. ആൻഡ് വാച്ചിൽ നിങ്ങൾക്ക് മൈക്രോഫോണോ സ്പീക്കറോ കാണാനായിട്ട് പറ്റില്ല. യെസ്, ഇത് ബ്ലൂടൂത്ത് കോളിംഗ് സപ്പോർട്ട് ചെയ്യുന്ന വാച്ച് അല്ല, പക്ഷേ ബ്ലൂടൂത്ത് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. 4.29 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്, 2.28 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത്, ഏകദേശം 36 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ്. സോ കയ്യിൽ കെട്ടുന്ന സമയത്ത് ഇത് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരില്ല. ഇനി ഈ വാച്ചിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ 1.6 ഇഞ്ചിന്റെ ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആണ്. യെസ്, സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ആമോലെഡ് ഡിസ്പ്ലേ ആണ് എന്നുള്ളതുകൊണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. നല്ല ഷാർപ്പായിട്ടുള്ള ആമോലെഡ് ഡിസ്പ്ലേ ആണ്. മെനു കൂടെയൊക്കെ നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആണ്. ഈവൻ ടച്ച് റെസ്പോൺസ് പോലും ഒരു സ്മാർട്ട് ഫോണിൽ തൊടുന്ന രീതിക്കുള്ള ടച്ച് റെസ്പോൺസ് വരുന്നുണ്ട്. മറ്റ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന വാച്ചുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രീമിയംനെസ് ആ ഒരു ടച്ച് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യും. ശരിക്കുമുള്ള ആമോലെഡ് ഡിസ്പ്ലേ ആണ് എന്ന് മാത്രമല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. മറ്റ് വാച്ചുകളെ പോലെ വാച്ച് ഫേസിൽ ഒന്നും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വേറൊരു ഡിസ്പ്ലേയും അല്ല. എന്താണോ നിങ്ങൾ വാച്ച് ഫേസിൽ ഇട്ടിരിക്കുന്നത് അത് തന്നെയാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും കുറച്ചുകൂടി ഡിമ്മായിട്ട് വരുന്നത്. സോ ഡെഫിനറ്റ്ലി വാച്ച് ഫേസ് അനുസരിച്ച് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും മാറുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഇതിനകത്ത് ആംബിയന്റ് ലൈറ്റ് സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഉണ്ട്. വെളിച്ചം കൂടിയ സ്ഥലത്താണ് പോകുന്നതെങ്കിൽ ബ്രൈറ്റ്നസ് കൂടും, വെളിച്ചം കുറഞ്ഞ സ്ഥലത്തിൽ ബ്രൈറ്റ്നസ് കുറയും. 600 നിറ്റ്സിന്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് ആണ് ഉള്ളത്. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റിൽ വിസിബിലിറ്റി കുറച്ച് കുറവാണ്. എന്നാൽ ഷെയ്ഡിൽ അല്ലെങ്കിൽ ക്ലൗഡി സിറ്റുവേഷൻസിൽ ഇൻഡോർസ് എല്ലാം വിസിബിലിറ്റിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന മറ്റ് സ്മാർട്ട് വാച്ചുകൾ വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേ ഈസ് ആക്ച്വലി വെരി ഗുഡ്. ഇനി ഇതിൻ്റെ അകത്തുള്ള UI എന്താണ്? വെയർ OS ആണോ എന്ന് ചോദിച്ചാൽ വെയർ OS അല്ല, സാംസങ്ങിൻ്റെ സ്വന്തമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് UI ആണ്. കുറച്ചധികം നമുക്ക് One UIൻ്റെ ആ ഐക്കൺസും One UI പോലത്തെ ടോഗിൾസും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റുന്നുണ്ട്. വാച്ചിൻ്റെ സ്ക്രീൻ ഓൺ ആക്കാൻ 3 വഴികളുണ്ട്. ഒന്ന്, നിങ്ങൾ ജസ്റ്റ് വാച്ചിങ്ങിനെ പൊക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ ഓൺ ആവും. രണ്ടാമത്തേത്, നിങ്ങൾക്ക് വാച്ചിൻ്റെ സൈഡിലുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വാച്ച് ഓൺ ആവും. മൂന്നാമത്തേത്, വാച്ച് സ്ക്രീൻ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും. ഇനി ഔട്ട് ഓഫ് ദ ബോക്സ് വാച്ച് സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ ഓൺ ആയില്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിനകത്ത് ഡിസ്പ്ലേക്കകത്ത് വേക്ക് സ്ക്രീൻ ഓൺ ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം വർക്ക് ചെയ്യും. താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ക്വിക്ക് ടോഗിൾസ് കാണാം. സ്ലീപ്പ് മോഡ് ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കാനും ഓഫ് ആക്കാനും, സെറ്റിംഗ്സിലേക്കുള്ള ഐക്കൺ, വൈബ്രേഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനുമുള്ള ഐക്കൺ, സ്ക്രീൻ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടി ടോർച്ച് ആക്കാനുള്ള ഒരു ഐക്കൺ, ഫോൺ ഫൈൻഡ് ചെയ്യാനുള്ള ഐക്കൺ, തിയേറ്റർ മോഡ്, അതേപോലെ എയർപ്ലെയിൻ മോഡ്,
തെറ്റിദ്ധരിക്കരുത്, ഇതിൽ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കുമ്പോൾ ഫോണിൽ എയർപ്ലെയിൻ മോഡ് ഓൺ ആവില്ല, വാച്ചിനെ ബ്ലൂടൂത്ത് ആയിരിക്കും ഡിസ്കണക്ട് ആവുന്നത്. അതേപോലെ വാട്ടർ ലോക്ക്, സ്വിമ്മിംഗ് ഒക്കെ പോകുമ്പോൾ ആക്സിഡന്റലി ടച്ച് ആവാതിരിക്കാനുള്ളതും പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഇനി റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ടൈൽസ് കാണാം. മാക്സിമം 12 ടൈൽസ് ആണ് അറ്റ് എ ടൈം വാച്ചിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഞാൻ വെച്ചിരിക്കുന്ന ടൈൽസ് ഇതെല്ലാമാണ്. സോ ഫസ്റ്റിൽ ഒരു കൺസോളിഡേറ്റഡ് വ്യൂ, നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും അവിടെ ഉണ്ട്. രണ്ടാമത്തേതിൽ വർക്കൗട്ടുകൾ കാണാം. മൂന്നാമത്തേതിൽ ആക്ടിവിറ്റി റിങ്സ്. അടുത്തത് സ്ലീപ്പ്, പിന്നെ വെതർ, ഹാർട്ട് റേറ്റ്, SpO2, സ്ട്രെസ്, അലാം, കാലണ്ടർ, പ്ലസ് ഫോണിലുള്ള മീഡിയ വാച്ചിലൂടെ കൺട്രോൾ ചെയ്യാം. യൂട്യൂബിൽ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ തംബ്നെയിലിൻ്റെ ഒരു പ്രിവ്യൂവും വാച്ചിനകത്ത് വരുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. കൂടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇത്ര കുടിച്ചു എന്ന് ആഡ് ചെയ്യാനുള്ളൊരു ടൈൽ. ഇനി ഈ ടൈലുകൾ ആഡ് ചെയ്യാൻ റീഅറേഞ്ച് ചെയ്യാനൊക്കെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ടൈൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. ആൻഡ് ഇതിൽ ടൈലുകൾ റീഅറേഞ്ച് ചെയ്യുന്ന ആ ഒരു വിധം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 3D എഫക്റ്റിൽ വാച്ചിനകത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫോണിനകത്ത് ഗാലക്സി വെയർ ആപ്പിനകത്ത് നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാം. ഇനി വാച്ചിലെ വാച്ച് ഫേസുകൾ. സോ വാച്ച് ഫേസ് മാറ്റാനായിട്ട് ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് റൈറ്റിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് ഫേസുകൾ കാണാം. ഏകദേശം 10 വാച്ച് ഫേസുകൾ നിങ്ങൾക്ക് വാച്ചിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷേ ഗാലക്സി വെയർ ആപ്പിനകത്ത് ഇഷ്ടം പോലെ വാച്ച് ഫേസുകൾ കാണാം. പല പല വെറൈറ്റീസ് ഉണ്ട് ആൻഡ് ഫ്രീ ആണ്. ഇത് പറയാൻ കാരണം പല വാച്ച് കമ്പനികൾ ഇപ്പോൾ വാച്ച് ഫേസുകൾ ഫ്രീ അല്ലാതെ പെയ്ഡ് ആയിട്ടും അഡ്വർടൈസ്മെൻറ്റുകൾ കാണിച്ചൊക്കെ കൊടുക്കാൻ തുടങ്ങി. സോ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതേപോലെ പുതിയ വാച്ച് ഫേസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ ഏകദേശം ഒരു 10 to 15 സെക്കൻഡ് എടുക്കും. ഓൾറെഡി ഉള്ള വാച്ച് ഫേസ് മാറ്റാനാണെങ്കിൽ നമ്മുടെ ഫോണിലെ ആപ്പിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വാച്ചിലും ഇൻസ്റ്റന്റേനിയസ്ലി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നല്ലതാണ്. ഇതിനകത്ത് എന്ത് പ്രോസറാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇനി റൈറ്റിലേക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണാം. നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെ ആപ്ലിക്കേഷൻസിനാണോ വന്നത് ആ ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാം ഐക്കൺ സഹിതം നിങ്ങൾക്ക് കാണാം. ആൻഡ് നോട്ടിഫിക്കേഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഒരു വളരെ നല്ല ഫീച്ചർ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വാച്ച് ഫോണുമായിട്ട് പെയർ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വാച്ചിൽ വരില്ല. ഫോൺ യൂസ് ചെയ്യാതെ നിങ്ങൾ വെക്കുവാണെങ്കിൽ മാത്രമേ വാച്ചിലേക്ക് വരുള്ളൂ. ഇനി വാച്ചിൽ വന്ന നോട്ടിഫിക്കേഷൻസ് ഫോണിൽ കാണണ്ട എന്ന് വരെയാക്കാം. സോ ഡെഫിനറ്റ്ലി ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഫോണിൽ വരുമ്പോൾ അത് വാച്ചിലും വന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന അനോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാം. ഇനി നിങ്ങൾ ഹോം സ്ക്രീനിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിലുള്ള മറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം കാണാം. ഇതിനകത്ത് വേറെ OS ഒന്നുമല്ല, അതുകൊണ്ട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റില്ല. ഓൾറെഡി ഉള്ള ആപ്ലിക്കേഷൻസേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് കാണുന്നത് നമുക്ക് ഹെൽത്ത് ആണ്. ഈ ഹെൽത്തിനകത്ത് നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, വർക്കൗട്ട്സ് എത്ര ചെയ്തു, സ്ലീപ്പ് എത്രയാണ്, സ്ട്രെസ് എത്രയാണ്, ഹാർട്ട് റേറ്റ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആദ്യം 2 ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. യെസ്, ആ സാംസങ് ഹെൽത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് കാണാം. പിന്നെ ഫോണിലെ മീഡിയ കൺട്രോൾ ചെയ്യുന്ന മീഡിയ കൺട്രോളർ, ഫോൺ കണ്ടുപിടിക്കാനുള്ള ഫൈൻഡ് മൈ ഫോൺ, വെതർ ആപ്പ് ഉണ്ട്, കാലണ്ടർ ഉണ്ട്, ടൈമർ ഉണ്ട്, അലാം, സ്റ്റോപ്പ് വാച്ച്, വേൾഡ് ക്ലോക്ക്, കാൽക്കുലേറ്റർ, ക്യാമറ റിമോട്ട്. ക്യാമറ റിമോട്ടിൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായിട്ടോ, ക്യാമറ റിമോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ക്യാമറ, ഈവൻ ഫോൺ ലോക്ക്ഡ് ആണെങ്കിൽ പോലും ക്യാമറ ഓൺ ആവുന്നുണ്ട്. അതേപോലെ ഇതിനകത്തുള്ള ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലാഗ് ഇല്ലാതെ തന്നെ ഫോണിലും ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ സെറ്റിംഗ്സ് ഉണ്ട്, അതിനകത്ത് ബാക്കിയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇനി നമ്മുടെ പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കൗട്ടിൻ്റെ സെക്ഷനിലേക്ക് പോകാം. ആൻഡ് വർക്കൗട്ടുകൾ ഇഷ്ടം പോലെ ഓൾറെഡി വർക്കൗട്ട്സ് ഉണ്ട്. താഴെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും കുറേയധികം കാറ്റഗറീസിൽ നിന്നും വർക്കൗട്ട്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനപ്പോൾ ഒരു വാക്കിംഗ് വർക്കൗട്ട് ചെയ്ത് നോക്കി. ഒരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് GPS ഇല്ല. സോ നിങ്ങൾ ഫോൺ നിങ്ങളുടെ പോക്കറ്റിലുണ്ട്, വാക്കിംഗ് വർക്കൗട്ട് ചെയ്യുവാണ്, ഫോണുമായിട്ട് പെയർഡ് ആണെങ്കിൽ ഫോണിലെ GPS ഉപയോഗിച്ച് ആ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും. പക്ഷേ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം വാച്ചിലായിരിക്കും ട്രാക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ ട്രാക്ക് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് ഫോണിനകത്ത് സാംസങ്ങിൻ്റെ ഹെൽത്ത് ആപ്ലിക്കേഷനകത്ത് കാണാനും പറ്റുന്നുണ്ട്. അതുപോലെ ചില വർക്കൗട്ടുകളെല്ലാം ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ആവും. ഇപ്പോൾ നിങ്ങൾ നടക്കുവാണ് അല്ലെങ്കിൽ എലിപ്റ്റിക്കലാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് റെക്കഗ്നൈസ് ചെയ്യാനും പറ്റും. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ബ്ലഡ് ഓക്സിജൻ മെഷർ ചെയ്യാം. ഹാർട്ട് റേറ്റ് ഒരു ലെവലിൽ താഴെയാണ് പോകുന്നതെങ്കിലോ ഒരു ലെവലിൻ്റെ മുകളിലാണ് പോകുന്നതെങ്കിലോ നമ്മൾ അലേർട്ടും ചെയ്യും. ഡീഫോൾട്ട് ലെവൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. അതുപോലെ വർക്കൗട്ട് മോഡുകളിൽ സ്വിമ്മിംഗ് മോഡ് ഉണ്ട്. യെസ്, ഇതൊരു IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് വാച്ച് ആണ്. ആൻഡ് ഡയറക്റ്റ് നിങ്ങൾക്ക് വെള്ളത്തിനകത്ത് ഇത് കൊണ്ടുപോകാം. വെള്ളത്തിൽ ആക്സിഡന്റലി ടച്ച് ആവാതിരിക്കാനായിട്ട് ഒരു വാട്ടർ ലോക്കും ഓൺ ആക്കിയിടാം. സോ ടെസ്റ്റ് ചെയ്ത് നോക്കി, സ്റ്റെപ്സ് ആക്യുറേറ്റ് ആണ്, വെയർ ഡിറ്റക്ഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കയ്യിൽ കെട്ടുമ്പോൾ മാത്രമേ ഇതിൻ്റെ SpO2 അതേപോലെ ഹാർട്ട് റേറ്റും മെഷർ ചെയ്യുള്ളൂ. ആൻഡ് അതും അത്യാവശ്യം വളരെ നല്ല ആക്യുറേറ്റ് ആണ്. പക്ഷേ ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇഷ്ടപ്പെട്ട കാര്യം സ്ലീപ്പ് ട്രാക്കിംഗ് ആണ്. ഞാൻ ഗാലക്സി വാച്ച് 5 യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൽ എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നറിയാം. അതേപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ട്രാക്കിംഗ്, സ്ലീപ്പ് സ്കോർ, നമ്മൾ എത്ര ഡീപ്പ് സ്ലീപ്പ്, REM സ്ലീപ്പ്, ലൈറ്റ് സ്ലീപ്പ്, ഈ കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യുന്നുണ്ട്. അതുപോലെ സ്നോർ ഡിറ്റക്ഷൻ ലഭിക്കുന്നുണ്ട്. സ്നോർ ഡിറ്റക്ഷൻ ഓൺ ആക്കിയിരിക്കുമ്പോൾ വാച്ച് നിങ്ങൾ ഉറങ്ങുവാണ് എന്ന് ഡിറ്റക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ അടുത്തുണ്ടെങ്കിൽ, അത് ചാർജിലാണെങ്കിൽ ഫോണിലെ മൈക്രോഫോൺ ഉപയോഗിച്ച് നിങ്ങൾ സ്നോർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന പരിപാടിയാണ്
ഗാലക്സി വാച്ച് 5ഉം വാച്ച് 6ഉം സീരീസിലുണ്ട്. അത് ഈ ഒരു വാച്ചിലും ലഭിക്കുന്നുണ്ട്. ഇനി ഗാലക്സി വാച്ചിൽ കിട്ടാത്ത ഇതിൽ കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞത് ഇതിന്റെ ബാറ്ററി ലൈഫാണ്. കമ്പനി 13 ദിവസത്തെ ഒരു ബാറ്ററി ലൈഫാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. 208 mAh ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. 13 ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഓൺ ആക്കി വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആക്കണം, കണ്ടിന്യൂസ് SpO2 ഓഫ് ആക്കണം, സ്ലീപ്പ് മോണിറ്ററിംഗ് ഓഫ് ആക്കണം, സ്നോർ ഡിറ്റക്ഷൻ ഓഫ് ആക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 13 ദിവസം കിട്ടും. പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മാത്രം ഓഫ് ആക്കിയിട്ട് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, SpO2 മോണിറ്ററിംഗ് ഇതെല്ലാം നിങ്ങൾ ഓണാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 5 to 7 ഡേയ്സിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 3 ഡേയ്സിൻ്റെ ഒരു ബാറ്ററി ലൈഫാണ് ലഭിക്കുന്നത്. വാച്ചിനകത്ത് സ്പീക്കറും മൈക്രോഫോണും ഇല്ലെങ്കിലും കോൾ വരുന്ന സമയത്ത് ആരാണ് കോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ക്വിക്ക് റീപ്ലേസ് സെറ്റ് ചെയ്ത് വെക്കാം, ആ ക്വിക്ക് റീപ്ലേസ് കൊടുക്കാൻ പറ്റും. സോ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഈ വാച്ചിനകത്ത് ഉണ്ടെങ്കിലും ഇതിൽ എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല, പ്ലസ് ഇത് നിങ്ങൾ വാങ്ങിക്കണോ ഞാൻ പറയാം. സോ ആദ്യം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം, ഒരു രക്ഷയില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിന് കൊടുക്കുന്ന കാശിനുള്ള ബിൽഡ് ഉണ്ട്. രണ്ടാമത്തെ ഇതിൻ്റെ ഡിസ്പ്ലേ, യെസ്, നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള, തൊടുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്ന നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു കളേഴ്സ് ആയിക്കോട്ടെ, ഈവൻ ഐക്കൺസ് കാണിക്കുന്ന, യൂട്യൂബിന് തംബ്നെയിൽസ് ഒക്കെ കാണിക്കുന്നത് എല്ലാം എനിക്ക് ഇഷ്ടമായി. മൂന്നാമത്തത് ഇതിൻ്റെ ഹെൽത്ത് മോണിറ്ററിംഗ് ഫീച്ചേഴ്സ്. അവർ പറയുന്നത് പോലെ ഇത് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ട്രാക്കിംഗ് ഡിവൈസ് ആണ് എന്നുള്ളതുകൊണ്ട് സെൻസേഴ്സിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള സെൻസേഴ്സ് ആണ്. നല്ലപോലെ തന്നെ സ്ലീപ്പൊക്കെ മെഷർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഹെൽത്ത് ട്രാക്കിംഗ് വൈസ് ഇറ്റ് ഇസ് ഗുഡ്. ഇനി ഇത് ചാർജ് ചെയ്യാനായിട്ട് എത്ര നേരം എടുക്കുന്നു വെച്ചാൽ ഫുൾ ചാർജ് ആവാൻ 45 മിനിറ്റോ അതിൽ താഴെയോ മാത്രമേ എടുക്കുന്നുള്ളൂ. ടൈപ്പ് സി കേബിളുള്ള ഒരു ചാർജിങ് കണക്ടറാണ് തന്നിരിക്കുന്നത്. മാഗ്നറ്റിക്കലി എന്നാൽ പിന്നോട് കൂടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കുത്തിയിട്ടു ഞാൻ ഏകദേശം 45 മിനിറ്റിൽ ഫുൾ ചാർജ് ചെയ്തു. സോ ഫാസ്റ്റായിട്ട് വാച്ച് ചാർജ് ചെയ്യുന്നുണ്ട്. ഈവൻ അവർ പറയുന്നു 30 മിനിറ്റ്സ് നിങ്ങൾ കുത്തുവാണെങ്കിൽ 60% ചാർജ് കയറുന്നുണ്ട് എന്ന്, വിച്ച് ഇസ് ആക്ച്വലി ട്രൂ. സോ ഒരു ഫിറ്റ്നസ് ബാൻഡ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ട്രാക്കർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഗുഡ്. പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു സ്മാർട്ട് വാച്ച് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതിലില്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന്, കോളിംഗ് ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. രണ്ടാമത്തത്, ഫിറ്റ്നസ് ബാൻഡ് ആണെങ്കിൽ കൂടെ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടൊരു GPS ഇല്ല എന്നുള്ളൊരു പോരായ്മയാണ്. യെസ്, ഫിറ്റ്നസ് ബാൻഡിൽ ഒരു GPS ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. ഇതിപ്പോൾ ഫോൺ കൊണ്ട് നടന്ന് ഫോണിലുള്ള GPS ആണല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് GPS ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. മൂന്നാമത്തത്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിങ്ങൾ ഓണാക്കി വെക്കുവാണെങ്കിൽ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യും. സോ ഫോർ എ ഫിറ്റ്നസ് ബാൻഡ് ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആക്കുന്ന സമയത്ത് 2 to 3 ഡേയ്സിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. പക്ഷേ അത് ഓൺ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 7 to 10 ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടും. ആൻഡ് ഫൈനലി, നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ മറ്റ് ഫിറ്റ്നസ് ബാൻഡുകൾ പോലെ ഐഫോണുമായിട്ട് പെയർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത് ഐഫോണുമായിട്ട് വർക്ക് ചെയ്യില്ല. സോ ഓൺലി ഫോർ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണ് ഈ ഒരു വാച്ച്. സോ ഐ തിങ്ക് നിങ്ങൾ 5000 റുപ്പീസ് താഴെ ഒരു ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് ട്രാക്കിംഗ് ഡിവൈസ് ആണ് നോക്കുന്നതെങ്കിൽ GPS ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ ഒരു ഗാലക്സി ഫിറ്റ് 3. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.